friends, welcome to Nimz favorites. എഗ് ട്രേ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ഈ ഒരു വയലറ്റ് കളറുള്ള എഗ് ട്രേ ആണ്. ഈ ഒരു കളർ കണ്ടപ്പോൾ തന്നെ എഗ് ട്രേ യൂസ് ചെയ്തിട്ട് ഫ്ലവർ ഉണ്ടാക്കാൻ തന്നെയാണ് വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ലാവൻഡർ ഫ്ലവർ ആണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഏകദേശം അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ എഗ് ട്രേ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ചെറിയ ചെറിയ ലീഫിൻ്റെ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ വളരെ നേരിയ ടൈപ്പിൽ ഒരു സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കോൺ ഷേപ്പ് കട്ട് ചെയ്യാം. റൗണ്ട് ഒഴികെ ബാക്കി എല്ലാ ഷേപ്സിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എഗ് ട്രേ യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്തേക്കുന്നത് ഫ്ലവർ ആണ്. ഇനി നമുക്ക് ലീഫ് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കട്ട് ചെയ്തതിനേക്കാളും ഇത്തിരി വലുപ്പത്തിൽ നമുക്ക് ഈ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഫ്ലവറിൻ്റെ ഒരു സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ലീഫോ അല്ലെങ്കിൽ 6 ലീഫോ മതിയാകും. അപ്പോൾ ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിക്ക് ഒന്ന് കളർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് ഗ്ലിറ്റർ കളറാണ് എടുത്തിരിക്കുന്നത്. അതും അതുപോലെ ഒരു പിങ്കും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു ലാവൻഡർ ഷെയ്ഡിൽ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിക്കിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ അടിക്കേണ്ടത്. പിന്നെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ലീഫിൻ്റെ ഗ്രീൻ കളറും കൂടി അടിച്ചു കൊടുക്കാം. അപ്പോൾ നേരെ 2 പാർട്ടാക്കിയിട്ട് വേണം അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എവിടെയാണോ ആ ലാവൻഡർ കളർ ഫിക്സ് ചെയ്യുന്നത് അവിടെ നമുക്ക് ലാവൻഡർ കളർ വെക്കാം. അതിന് ലീഫ് വെക്കുന്ന ഭാഗത്ത് ബാക്കി സ്റ്റെമ്മും നമുക്ക് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്ലാക്കും പിങ്കും മിക്സ് ചെയ്യുമ്പം നമുക്ക് ആ ഒരു ഏകദേശം ഒരു ലാവൻഡർ ഷെയ്ഡ് കിട്ടും. അപ്പോൾ അതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റിക്ക് എടുത്ത് കഴിഞ്ഞാൽ നേരെ പകുതിയായിട്ട് വേണം നമ്മൾ കളർ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലാവൻഡർ കളർ കൊടുത്തു. ഇനി നമുക്ക് ഗ്രീൻ കളർ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ ഒരു സ്റ്റിക്ക് നല്ലപോലെ ഉണക്കിയെടുക്കാം. അതിന് ശേഷമാണ് നമുക്ക് ആ ഫ്ലവറും ലീഫൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം ഞാൻ നല്ല രീതിയിൽ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സ്റ്റിക്കിൻ്റെ ഏറ്റവും ടോപ്പ് പാർട്ട് നമുക്ക് ആദ്യം സ്റ്റിക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഒരുപോലെ ഏകദേശം ഒരുപോലത്തെ എടുത്തിട്ട് ഇതുപോലെ ഒരുമിച്ച് വെച്ച് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഫസ്റ്റ് പാർട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യുമ്പം നേരത്തെ സ്റ്റിക്ക് ചെയ്തതിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്താണ്. ഓക്കെ, കണ്ടില്ലേ, ഈ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, ഇവിടെയാണ് അടുത്ത ഓരോന്നായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. പിന്നെ ഓരോരോ ആ ഒരു ലീഫ് പോലത്തത് ഇതുപോലെ എടുത്ത് സ്റ്റിക്ക് ചെയ്യണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പം ആ എടുക്കുന്ന ലീഫിൻ്റെ ഏറ്റവും മുകളിൽ ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒന്നും അങ്ങനെ ചെയ്തില്ല, പിന്നെയാണ് അത് ചെയ്തത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോന്നും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാപ്പ് വരുന്ന ഓരോ ഭാഗത്താണ് അടുത്തെടുത്ത് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് കാണാതെ നമുക്ക് ഇതുപോലെ കിട്ടും. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ മടക്കി കൊടുക്കണം. അപ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റിക്കിൽ ലാവൻഡർ കളർ എവിടെ വരെ നമ്മൾ ചെയ്ത് കൊടുത്തോ അതുവരെ നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്രീൻ കളർ വരുന്ന ഭാഗം മുതൽ ലീഫും സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. ആദ്യം നമുക്ക് ആ എഗ് ട്രേ ഒന്ന് കട്ട് ചെയ്തെടുക്കാനാണ് ഇത്തിരി ഒരു പാടുള്ളത്. പിന്നെ ഒന്നും ഒരു പാടുമില്ല, നമുക്ക് വേഗം ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് സെറ്റ് ചെയ്യാം. അപ്പോൾ ലീഫ് നമുക്ക് കുറച്ചുകൂടെ താഴ്ഭാഗത്ത് നിന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് പോർഷനിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 സൈഡും ആദ്യം വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് മറ്റേ 2 ലീഫും കൂടെ വെച്ച് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ലാവൻഡർ ലീഫിൻ്റെ അറ്റം മടക്കി വെച്ചില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലീഫും അതുപോലെ തന്നെ അറ്റത്ത് മടക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ലാസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ലീഫ് കൂടെ ഒന്ന് മടക്കിയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഇതിൻ്റെ അറ്റം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അധികം മടക്കി ഇതാക്കണം, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു പ്രസ് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നല്ല രസമുണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇതുപോലത്തെ 4 ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം.
ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.